മീന മേഡത്തിനൊന്നും അഭിനയിക്കാൻ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഏത് സീനും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രഷർ അത് കണ്ടിരിക്കുന്ന ഇങ്ങനെ സിനിമ കാണണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു അപ്ഡേഷൻ ന്യൂ ജനറേഷൻ വരുമ്പോൾ അവരുടെ അഭിനയ മികവ് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പം മോളാണെങ്കിൽ അഭിനയിക്കുന്നു, മോള് സൂപ്പറായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആക്ടറുടെ കൂടെ അഭിനയിക്കുന്നു, വിജയുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്നു. ഇനി മലയാളത്തിലേക്കുള്ള ഒരു അറിയില്ല. ഇപ്പം അവർ ഷീസ് സോ കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്റ്റഡീസ്. അവരുടെ സ്കൂൾ ലൈഫ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ, അവരുടെ സ്കൂൾ പരിപാടികൾ എല്ലാം ഷീ ഈസ് വെരി ബിസി വിത്ത് ഹർ സ്കൂൾ. അറിയില്ല ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ഉണ്ടാവും, ഏത് പ്രൊഫഷൻ അവർ ചൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. മോളുടെ സ്വാതന്ത്ര്യം മോൾക്ക് വിട്ടു. അതെ അതെ അതെ, നമ്മൾ ഇടപെടുന്നൊന്നുമില്ല, ഒന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന്. അതാണ്, അങ്ങനെ ആകുമ്പോഴാണ് ഒരു നല്ലൊരു അമ്മയാവുന്നത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. താങ്ക് യു. അങ്ങനെ ഞാനും പഠിച്ചത്. ദാറ്റ് ഈസ് വൈ ഐ എം ഫോളോയിങ് ദാറ്റ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കുറേ ഡയറക്ടർമാരല്ലേ, മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഡയറക്ടർമാർ. നമുക്ക് ഓരോ ഡയറക്ടർമാരിലും പല പല സ്വഭാവമായിരിക്കും, പല പല നമുക്കൊരു നോട്ടത്തിലാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്കൊരു സിനിമ അഭിനയിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഒരു ഡയറക്ടറിനെ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് തൃപ്തിയാണ്, അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് ഒരു ഡയറക്ടറിന്റെ മുഖത്ത് നോക്കി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ മാഡത്തിന്? ഓ യെസ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒന്ന് തൃപ്തിയായി നമ്മൾ കാണുന്നത്? എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ്. ബിക്കോസ് ചിലപ്പോൾ ഈവൻ മൈ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഓൾസോ ഹാപ്പൻസ്. അവർ ഓക്കെ പറയും, പക്ഷെ ഞാൻ ഒരു വൺ മോർ ചോദിച്ച് വാങ്ങും. ഞാൻ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ വൺ മോർ, എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി എനിക്ക് വൺ മോർ വേണം എന്ന് പറഞ്ഞ് കേട്ട് ചെയ്യും ഞാൻ ചിലപ്പോൾ. ബട്ട് ഡയറക്ടേഴ്സ് യാ വി ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ഔട്ട്. അത് നന്നായിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അവർക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനാണ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഔട്ട്, ഫൈൻഡ് ഔട്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര നാൾ ഒരു സിനിമയിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക്, അല്ലേ, ഒരു ക്യാരക്ടറിൽ നിന്നും അടുത്ത ക്യാരക്ടറിലേക്കുള്ള ഒരു യാത്രയാണ്, അല്ലേ? പല അതെങ്ങനെയാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്? നമ്മൾ ആ സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇന്ന് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കില്ല നാളെ, ദൃശ്യം 2-ലെ ആയിരിക്കില്ല ദൃശ്യം 1-ലെ. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ് നമ്മൾ അത് ഇപ്പല്ലല്ലോ, നമ്മൾ എപ്പോൾ മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ബിക്കം എ ഹാബിറ്റ്, ഇറ്റ്സ് ബിക്കം വൺ, ഇറ്റ്സ് ലൈക്ക് എവറിഡേ ലൈഫ്. ഇറ്റ്സ് ലൈക്ക് രാവിലെ എഴുന്ന് റെഡിയായി കഴിക്കുന്നത് പോലെ. ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ബിക്കം ലൈക്ക് എവറിഡേ സ്പീഡാണ്, നമ്മൾ സ്പീഡായി പോയി. അതെ, സ്പീഡായി പോയി, അതിനൊരു മാറ്റവും ഇല്ലാതെ പോകുന്നുണ്ട്. ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് തരുന്നത്? നമ്മൾ സ്റ്റോറി എങ്ങനെയാണ് നമ്മൾ നോക്കി? എനിക്ക് തോന്നുന്നു ഓരോ വർഷത്തിലൊരു സിനിമയൊക്കെയാണ്, ചില വർഷങ്ങളിൽ ഗ്യാപ്പ് വരാറുണ്ട്. അയ്യോ, അത് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഞാൻ കുറേ സബ്ജക്ട്സ് കേട്ടു ഈ അടുത്ത സമയത്ത്. കുറേ സബ്ജക്ട്സ് കേട്ടു, ബട്ട് ഐ വാസൻ ടു കൺവിൻസ്ഡ് ഓർ ടു എക്സൈറ്റഡ് അബൌട്ട് ദ ക്യാരക്ടർ. അങ്ങനെ കുറേ സിനിമ ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് ആദ്യം മുതൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓൺലി ദ സ്റ്റോറി ആസ് വെൽ ആസ് ദ ക്യാരക്ടർ. എങ്ങനെ, വാട്ട് ഈസ് ദ സ്ക്രീൻ പ്ലേ, വാട്ട് ഈസ് മൈ ക്യാരക്ടർ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സോ അതാണ് ഫോളോ ചെയ്യുന്നുണ്ട്. മാഡം വേണ്ട എന്ന് വെച്ച റിജക്ട് ചെയ്ത സിനിമകൾ പിന്നീട് ആ സിനിമകൾ വേറൊരു ആക്ടർ അഭിനയിക്കുന്നു, അത് ഹിറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാഡത്തിന് അത് വേണ്ടായിരുന്നു വെച്ചത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. പക്ഷേ എന്നെ കേട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഡേറ്റ്സ് ഇല്ലാതെ വിട്ടുപോയ പല സിനിമ വേറെ ആൾക്കാർ ചെയ്തിട്ട് അത് വളരെ വലിയ ഹിറ്റായ ഇതുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മുടെ ഡേറ്റ് ക്ലാഷ് ആയതാണ്. ഡേറ്റ്സ് ക്ലാഷ്, അത് പിന്നീട് വലിയ വിഷമത്തിലേക്ക്, അല്ലേ? അയ്യോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലായിടത്തും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹിറ്റ് അടിച്ച സിനിമ ഏതാണ്? അയ്യോ, കുറേ ഉണ്ട്. എന്ത് പറയാ, നിന്നെ പെള്ളാടുത്ത ഇൻ തെലുഗു വിത്ത് നാഗാർജുന, പിന്നെ അന്നമയ്യ വിത്ത് നാഗാർജുന അഗൈൻ, പടയപ്പ വിത്ത് രജനി സർ, Devar Mahan with Kamal sir, Hari Krishnans with Lal sir and Mamoka. Ayo, I wanted to do that so much. Avരുടെ രണ്ട് പേരുടെ കോമ്പിനേഷൻ, അയ്യോ, I felt so bad not doing that movie. അത് നഷ്ടമായത് വലിയൊരു നഷ്ടമാണ്, അല്ലേ? അത് വേറെ സിനിമ, കുറേ സിനിമകളുണ്ട്. അത് രണ്ടുപേരോടൊപ്പമായിരുന്നു. ഒറ്റ ഹീറോയിൻ പോയത് പോയി, ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി വേറെ തിരിച്ചു പിടിക്കുക, വേറെ ചെയ്യാം നമുക്ക്. ഹരികൃഷ്ണൻസ് 2 തീർച്ചയായിട്ടും ഹരികൃഷ്ണൻ 2 അഭിനയിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പ്രീക്വൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലേ, നമുക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെയാണ്, അത് ഫോളോ ചെയ്യാം. ഈ എല്ലാ സിനിമകളും ഇപ്പം പല രീതിക്കാണ് സിനിമകൾ വരുന്നത്, അല്ലേ?
ഒരു ഫാമിലി സബ്ജക്റ്റ് സിനിമകളാണ് തിയേറ്ററിൽ ഒരു കാലത്തുണ്ടായിരുന്നത് അല്ലേ? മേഡമൊക്കെ വരുന്നത് ഫാമിലി സബ്ജക്റ്റ്. ഇപ്പോൾ അത് മാറി വേറെ സബ്ജക്റ്റിലേക്ക് മാറി. ഏത് സബ്ജക്റ്റിലേക്കാണ് മാമിന് ഏറ്റവും ഇഷ്ടം? ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. സി ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എല്ലാം ചെയ്യണം, എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹം ആദ്യം മുതലുണ്ട് എനിക്ക്. സോ അതുകൊണ്ട് എനിക്ക് ഐ വിൽ നോട്ട് സേ എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ചെയ്യണം, അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ഐ എൻജോയ് ഡൂയിങ് കോമഡി. ഐ ലവ് smiles and laughs and jokes and that lighter moments, positive attitude, happiness. അത് വളരെ ഇഷ്ടം എനിക്ക്. സോ ഐ ലൈക്ക് കോമഡി സബ്ജക്ട്സ് ആൻഡ് അതുപോലത്തെ ഒരു യുനോ ഹ്യൂമർ സബ്ജക്ട്സ്, ഹ്യൂമർ ക്യാരക്ടേഴ്സ്, സീൻസ്, സീക്വൻസസ് അങ്ങനെ വളരെ ഇഷ്ടമാണ്. ബട്ട് ഐ വോണ്ട് ടു ട്രൈ എവറിത്തിങ് എൽസ്. അത് മാത്രമല്ലാതെ എല്ലാം ചെയ്യണം എന്നങ്ങനെ അത് ഒരു ആഗ്രഹം. ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ഐ വോണ്ട് ടു ഡു മോർ സ്ട്രോങ് ക്യാരക്ടേഴ്സ്, ഇൻസ്പിറേഷണൽ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഉണ്ട് ഇപ്പോൾ. അത്തരം ക്യാരക്ടറിലേക്കാണ് ഇനി ഒരു താല്പര്യമുള്ളത്. അതെ അതെ, എന്തായാലും അങ്ങനെ കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ലാംഗ്വേജ് ആയാലും ഒരു കുഴപ്പമില്ല. ലാംഗ്വേജിലും അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇറ്റ് ഡസ് ഹാവ് ഇറ്റ്സ് ഓൺ എന്താ പറയുക പോസിറ്റിവിറ്റി ഉണ്ട്. സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ടു ഡൂ ദെം മോർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല, ഇത് ആദ്യമായിട്ട് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറേ അങ്ങനെ നല്ല ഒരു സ്ട്രോങ് ക്യാരക്ടേഴ്സ് കുറേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ദറ്റ്. ഐ ലൈക്ക് ഡൂയിങ് ദറ്റ് സ്ട്രോങ് ക്യാരക്ടേഴ്സ്. ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. തീർച്ചയാണ്. ഈ ദൃശ്യം പോലത്തെ ഒരു സിനിമ അല്ലേ, എല്ലാ എല്ലാ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ആ സബ്ജക്റ്റൊക്കെ കേട്ട് വരുമ്പോൾ മാമിന് ആ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഇൻട്രസ്റ്റ്? എങ്ങനെയായിരുന്നു? നമുക്കൊക്കെ ഭയങ്കര ഫീൽ ചെയ്യുന്ന കുറേ സീനുകളുണ്ടല്ലേ, കുറേ സീനുകളുണ്ട്. അത് നമ്മൾ വീണ്ടും നമ്മളൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും, വീണ്ടും നമുക്ക് കാണണമെന്ന് ആഗ്രഹമാണ്. അത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മാമിൻ്റെ മനസ്സിൽ? അത് മാത്രമല്ല, ഏത് സിനിമ ചെയ്യുമ്പോഴും അത് ആ സീനിൻ്റെ എന്താ പറയുക, അത് സീൻ എങ്ങനെ, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എങ്ങനെ വേണം, എത്ര സീരിയസ് ആയിട്ട് അത് ചെയ്യണം അല്ലെങ്കിൽ എത്ര ലൈറ്റായിട്ട് അത് ചെയ്താൽ മതി. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ ആൻഡ് ദ സ്ക്രീൻ പ്ലേ. ദൃശ്യം മാത്രമല്ല, അത് ഏത് സിനിമ ആയാലും സീക്വൻസിന് ആ സ്ക്രീൻ പ്ലേന് അനുസരിച്ച് വി ഹാവ് ടു പെർഫോം. ഞാൻ ചോദിക്കുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ആരാണ് എപ്പോഴും നമ്മുടെ കൂടെ അഭിനയിച്ച പേരിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത്? ഓ അങ്ങനെ അയ്യോ, ഇറ്റ്സ് എവ്രിബഡി ഈസ് വെരി ഫ്രണ്ട്ലി ആക്ച്വലി. എല്ലാവരും ഫ്രണ്ട്സാണ്. ഐ കാൻ സേ 1 or 2 people. കഷ്ടം. Because I have a good rapport with everyone, almost everyone. I don't even remember, I don't feel good working with this person എന്ന് പറയാൻ ഒരാൾക്കാരും ഇല്ല. I'm a very friendly person and I am good with everyone. I'm friends with everyone.